നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജോഗ്രഫിയാണ് നോക്കുന്നത് കേട്ടോ. വേഗം അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് കേട്ടോ. ഓർത്തിരിക്കുക, വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. അപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദി മൂന്നെണ്ണാണുള്ളത്. കബനി, ഭവനി, പമ്പാറ് അല്ലെ. പമ്പയല്ല, പാമ്പാറ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, കബനി. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി. ഇതും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വലിയ കായൽ വേമ്പനാട്ട് കായലും അതുപോലെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, മറക്കരുത്. അടുത്ത ചോദ്യം, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അവിടെ നാഫ്തയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്, നാഫ്ത. ഓപ്ഷൻ ബി ആണ് ശരി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. ഓപ്ഷൻ ബി നീണ്ടകര. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? അപ്പം കേരളത്തിൽ ആകെ ഒരു നാഷണൽ വാട്ടർവേ അല്ലേ ഉള്ളൂ. അത് ഏതാണ്? ദേശീയ ജലപാത 3. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്നും പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ. എവിടം വരെയാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് ഫങ്ഷനിങ് തുടങ്ങിയിട്ടില്ല. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഇപ്പോൾ കറന്റ് ഫങ്ഷനിങ് ആയിട്ടുള്ളത്. പക്ഷെ എന്താണ്, നാഷണൽ വാട്ടർവേ 3 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് വരെ. അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? പാലക്കാടാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? അപ്പൊ ശ്രദ്ധിക്കുക, ഏത് താലൂക്കാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്കാണ്. അപ്പം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിലുള്ള മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കിഴക്കോട്ട് 3 നദികളാണ് ഒഴുകുന്നത്, കബനി, ഭവനി, പമ്പാറ്. അപ്പൊ 3 എണ്ണം, ഓപ്ഷൻ സി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ്, ജലസേവന പദ്ധതി എന്നല്ല, ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാ? കരിമീനാണ് അല്ലേ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴയിലാണ്. കേരളത്തിലെ സ്ഫടികമണൽ സമ്പന്നമായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ, ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇതും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഓർത്തിരിക്കുക, പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. അപ്പൊ എത്ര കായലുകളുണ്ട് കേരളത്തിൽ? 34 34. ഓപ്ഷൻ ബി ആണ്, കായലുകളുടെ എണ്ണം 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. നമ്മൾ നേരത്തെ പറഞ്ഞു, വടക്കേ അറ്റത്തുള്ള നദിയും ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് അല്ലേ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. കറുത്ത മണ്ണ് കേരളത്തിൽ കാണപ്പെടുന്നത് പാലക്കാടാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ വെസ്റ്റേൺ ഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഓപ്ഷൻ സി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, നേരത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, കല്ലട. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, മറക്കരുത്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? അപ്പൊ തണ്ണീർമുക്കം ഏത് കായലിലാണ്? വേമ്പനാട് കായലിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വേമ്പനാട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഔട്ട് ആയി പോയതാണ്, കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാതും ശരിയായിരുന്നു. അപ്പൊ ഇവിടെ ഏതാണ് ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ കുറ്റ്യാടി കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്, ശബരിഗിരി പത്തനംതിട്ട, ഷോളയാർ തൃശ്ശൂര്, കല്ലട കൊല്ലം. ഇത് 4 ശരിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? അപ്പൊ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലുത്? ഇടുക്കി. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി.
ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? സൗത്ത് ഇന്ത്യയിൽ മാംഗോ ഷവർ ആണ്. അപ്പം ഈ മാങ്ങ പഴുക്കുകയും പൊഴിയും എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റണം, മാംഗോ ഷവർ ആണ് കേട്ടോ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണ് നമ്മൾ പറഞ്ഞ ദേശീയ ജലപാത 3. ഇക്കോ ടൂറിസം പോയിന്റ് ആയി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? അപ്പൊ കിദൂർ പക്ഷിഗ്രാമം കാസർഗോഡാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ഷോല നാഷണൽ പാർക്കാണ്. ഓപ്ഷൻ എ ആണ് ശരി. കേരളാസ് ഫസ്റ്റ് IT കോറിഡോർ ഇസ് ലൊക്കേറ്റഡ് അലോങ് വിച്ച് ഹൈവേ? അപ്പൊ ഏത് ഹൈവേയിലാണ് കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ? NH66 കേട്ടോ. കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം. അപ്പൊ കേരളത്തിൽ ചീനക്കളിമണ്ണ് പ്രസിദ്ധമായത് കുണ്ടറയിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. അപ്പൊ ഇതിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. കബനി 240 കിലോമീറ്റർ ആണുള്ളത്, ഭവാനി 135, അതുപോലെ പമ്പാർ 31 കിലോമീറ്ററും അപ്രോക്സിമേറ്റ്ലി ആണ് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ കബനി, ഭവാനി, പമ്പാർ എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ക്രമം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്? അപ്പൊ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ നമുക്ക് അറിയാം റീസെന്റ് വന്ന ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നിരിക്കും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഏതാണ്? നീലഗിരിയാണ്, നീലഗിരി. അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഏരിയയും എവിടെയാണ്? നീലഗിരിയിലാണ്. അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. അപ്പൊ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതാണ്? ഇൽമിനേറ്റ് ആണ്, ഇൽമിനേറ്റ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഓൾഡസ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ഇൻ കേരള? അപ്പൊ ഇതിൽ ഏതാണ് ഓൾഡസ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്? പീച്ചി ഇറിഗേഷൻ പ്രൊജക്ട് ആണ് കേട്ടോ. 1950കളിലാണ് അത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് പീച്ചിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മറയൂർ ഈസ് ഓർ ആർ ട്രൂ? അപ്പൊ മറയൂരിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മറയൂർ ഇസ് എ സ്മോൾ ടൗൺ സിറ്റുവേറ്റഡ് ഇൻ ഇടുക്കി താലൂക്ക്. അപ്പൊ ഇടുക്കി താലൂക്കാണോ? അല്ല, ദേവികുളം താലൂക്കാണ്, ഇടുക്കി ജില്ലയാണ്. അപ്പൊ മറയൂർ ദേവികുളം താലൂക്കിലാണ്. ദർ എക്സിസ്റ്റ് സം പ്രീ ഹിസ്റ്റോറിക് റോക്ക് പെയിന്റിങ്സ് ഇൻ മറയൂർ. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ പ്രീ ഹിസ്റ്റോറിക് റോക്ക് പെയിന്റിങ്സ് ഉണ്ട്. മറയൂർ വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് സാൻഡൽവുഡ് ഫോറസ്റ്റ്. അപ്പൊ അവിടെ എന്താണ്? ചന്ദനമരങ്ങൾ, അതും ചന്ദനക്കാട് അതിൽ ഫേമസ് ആണ്. ഇനി എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ മറയൂർ ഇസ് ദ സെനിക് പമ്പാർ റിവർ. അപ്പൊ പമ്പയല്ല, പാമ്പാർ റിവർ. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി ഇവിടെ ICARന്റെ കീഴിലുള്ള അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻകറക്ട്ലി മാച്ച് ആയിട്ടുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. അപ്പൊ അത് ശരിയാണ്. സെൻട്രൽ ട്യൂബ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം, അതും ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇടുക്കി, അത് തെറ്റാണ്. സ്പൈസസ് റിസർച്ച് വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്, ഇടുക്കിയിലല്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതെവിടെയാണ്? കൊച്ചി, ശരിയാണ്. അപ്പോൾ ഇവിടെ സി മാത്രമാണ് തെറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് വരുന്നത്? ഇടുക്കിയിലല്ല, കോഴിക്കോടാണ് വരുന്നതെന്ന് ഓർത്തിരിക്കാം. വിച്ച് ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റം ഫ്രം കേരള വാസ് റീസെൻ്റ്ലി awarded GI tag, making it the first tribal product from Kerala to receive the tag? അത് ഏതായിരുന്നു ആദ്യത്തെ ട്രൈബൽ പ്രോഡക്റ്റ് ടു റിസീവ് GI ടാഗ്? കണ്ണാടിപ്പായാണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? ഓക്കെ, ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? ഏതാണ്? പത്തനംതിട്ടയാണ് അല്ലേ? പത്തനംതിട്ട ആക്ച്വലി 4 ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. കോട്ടയം, ഇടുക്കി, കൊല്ലം, ആലപ്പുഴ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്, പത്തനംതിട്ട. ഏതൊക്കെയാണ് 4 ജില്ലകൾ? കോട്ടയം, ഇടുക്കി, കൊല്ലം, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഇതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം.
കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തു വന്നു, ഏതാ? വേമ്പനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? അപ്പൊ ഇതും നേരത്തെ വന്നില്ലേ പള്ളിവാസൽ. അപ്പൊ ഓർത്തിരിക്കുക, ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. അത് ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. അപ്പം മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം വിഴിഞ്ഞാണ്. കേരളത്തിലെ ഏറ്റവും ആഴമുള്ളത് വിഴിഞ്ഞം തുറമുഖം. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കേരളം അല്ലേ. ഇനി ഇത് നിങ്ങൾ മറക്കരുത്, അത്രയും തവണ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചോദ്യം മറക്കരുത്. നാഷണൽ വാട്ടർവേ 3 കേരളം എവിടെ തൊട്ടാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, എക്സ്റ്റെൻഡഡ് ടു കോഴിക്കോട്. വീണ്ടും വലിയ കായൽ ഏതായിരുന്നു? വേമ്പനാട് കായൽ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പെരിയാറാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ജില്ല തിരുവനന്തപുരം. താലൂക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? നെയ്യാറ്റിൻകര താലൂക്ക്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി, വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി ആണല്ലേ. ഓപ്ഷൻ എ സൈലന്റ് വാലി ആണ് ശരി ഉത്തരം. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. അപ്പം എങ്ങനെയാണ് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ക്രമീകരിക്കുമ്പം മലനാട്, ഇടനാട്, തീരപ്രദേശം അങ്ങനെയാണ് വരിക. മലനാടിനാണ് കൂടുതൽ വിസ്തൃതി വരുന്നത്, പിന്നെ ഇടനാട്, പിന്നെ തീരപ്രദേശം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. വിച്ച് ക്രോപ്പ് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് അറ്റ് ദ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ മണ്ണുത്തി തൃശ്ശൂർ. അപ്പം മണ്ണുത്തി തൃശ്ശൂരിലുള്ള അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിൽ എന്ത് ക്രോപ്പ് റിസർച്ച് ആണ് ഇപ്പം നടക്കുന്നത്? എന്തിൻ്റെയാണ്? റൈസിൻ്റെ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? അപ്പം ഈ മേസ ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നിരപ്പായ മുകൾ ഭാഗവും അതുപോലെ തന്നെ കുത്തനെയുള്ള ചെരിവുകളുള്ള ഒറ്റപ്പെട്ട കുന്നുകളാണ് ഈ മേസ ഭൂരൂപങ്ങൾ, മേസ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ഒരു ടേബിൾ ടോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ടേബിൾ ടോപ്പ്, അതാണ് സംഭവം. അത് ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എവിടെയാണ്? കണ്ണൂരും കാസർഗോഡും ആണ്. കേരളത്തിന്റെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിന്റെ സപ്തഭാഷാ സംഗമ ഭൂമി കാസർഗോഡാണല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്രയാണ്? 205 കിലോമീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി. പിന്നെ അതുകൂടാതെ ഇപ്പം ദേശീയ ജലപാത എക്സ്റ്റെൻഡ് ചെയ്തല്ലോ, അപ്പം ഒരു അപ്രോക്സിമേറ്റ്ലി 170 കിലോമീറ്ററും കൂടെ കൂടും. അങ്ങനെ വരുമ്പോൾ 375 കിലോമീറ്റർ ആയിരിക്കും ടോട്ടൽ വരിക, ഏകദേശം ട്ടോ. അപ്പം ഇപ്പം നിലവിൽ 205 കിലോമീറ്റർ ആണ് ആകെ ദൈർഘ്യം. ഓപ്ഷൻ ഡി ആണ് ശരി. അപ്പോൾ ഈ അടുത്ത ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇനിയും തറോ ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നല്ലപോലെ റിവൈസ് ചെയ്യുക, എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സജഷൻസ് ആയിക്കോട്ടെ, ഫീഡ്ബാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്താണെങ്കിലും താഴെ എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.